നമസ്കാരം. ഇന്ന് 2024 ഡിസംബർ 21 ശനി. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. കാണുക ഈ മേളയെ. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഒരു ലക്കം കൂടി വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. മലയാളികൾക്ക് അഭിമാനിക്കാൻ ഏറെയുള്ള ഈ ചലച്ചിത്രോത്സവം വൈവിധ്യങ്ങൾ കൊണ്ടും ഐക്യധാര കൊണ്ടും ലോകത്തിന് തന്നെ മാതൃക സൃഷ്ടിക്കുകയാണ്. സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച മേളയിലെ 52 ചിത്രങ്ങൾ സ്ത്രീ സംവിധായകരുടേതായിരുന്നു. എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലുകളെയും ചോദ്യം ചെയ്യുകയും സ്വതന്ത്രം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങൾ മേളയുടെ പ്രത്യേകതയായിരുന്നു. വർണ്ണവെറിയും അധിനിവേശങ്ങളുടെ കൊടും ക്രൂരതകളും ഇന്നും ഉറക്കം കെടുത്തുന്ന സമൂഹങ്ങളിലെ ദുരിതങ്ങൾ വരച്ചിട്ട സിനിമകൾ. സർഗാത്മകതയുടെ വസന്തോത്സവമായി IFFKയിലെ സിനിമകൾ ആഘോഷിക്കപ്പെടുന്നു. തലസ്ഥാന നഗരിയാകട്ടെ സൗഹാർദ്ദമെന്ന ഒറ്റച്ചരടിൽ കോർത്ത യുവതയുടെ ഉദ്ഘോഷപ്പറമ്പായി മാറി. മാനവികതയാൽ ഐക്യപ്പെടുന്ന മനുഷ്യരുടെ മുന്നിൽ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള സമൂഹങ്ങൾ അവരുടെ സിനിമകളിലൂടെ മലയാളവുമായി സംവദിക്കുകയാണ്. മുമ്പ് കേരളത്തിലെ പ്രേക്ഷകരെയും അവരുടെ സംവേദന ശക്തിയെയും അത്ഭുതത്തോടെ നോക്കിക്കണ്ട ദക്ഷിണ കൊറിയൻ സംവിധായകൻ കിം കി ഡൂക്കിനെ നമുക്ക് മറക്കാനാകില്ല. സ്ത്രീകൾ ഉൾപ്പെടെ കഴിവുണ്ടായിട്ടും സിനിമാ രംഗത്ത് കയറി വരാനാകാതെ അകറ്റപ്പെട്ടവരെ കൈപിടിച്ചുയർത്താൻ സംസ്ഥാന സർക്കാർ നടത്തിയ ശ്രമങ്ങളുടെ ഫലവും മേളയിൽ ദൃശ്യമായി. നവാഗതരുടെ മികച്ച സൃഷ്ടികൾ മേളയിലൂടെ വെളിച്ചം കണ്ടു. 68 രാജ്യങ്ങളിൽ നിന്നായി 177 സിനിമകൾ, 15 തിയേറ്ററുകൾ നിറഞ്ഞു കവിഞ്ഞു. നിശാഗന്ധിയിലെ രാവെളുക്കുവോളം ജനം അഭ്രപാളിയിലെ നവചിന്തകളെ വരവേറ്റു. 105 അതിഥികളെത്തിയ മേളയെ ഗംഭീരമാക്കാൻ ഒഴുകിയെത്തിയത് 15,000-ലധികം ഡെലിഗേറ്റുകൾ. സുവർണ ചകോരം പെഡ്രോ പിയോറിയുടെ മാലു നേടിയപ്പോൾ മേളയുടെ ചിത്രമായി ഫാസിൽ മുഹമ്മദിന്റെ ഫെമിനിച്ചി ഫാത്തിമ മാറി. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ സംവിധായിക പായൽ കബാഡിയയ്ക്കാണ് മേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഏറെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ മേളയിൽ ഏറ്റെടുത്തത്. സിനിമയുമായി ബന്ധപ്പെട്ട നാനാ മേഖലകളെക്കുറിച്ചുള്ള സംവാദങ്ങളും അർത്ഥവത്തായി. താരസാന്നിധ്യത്തെക്കാൾ ഉപരി സിനിമ എന്ന താരത്തെ ആഘോഷിക്കാൻ സാമ്പത്തികമടക്കം പരിമിതികൾക്കിടയിലും കഴിഞ്ഞുവന്നതിൽ സംഘാടകർക്ക് അഭിമാനിക്കാം. റിസർവേഷൻ ടിക്കറ്റ് 70% എന്ന് നിശ്ചയിച്ചതും മുതിർന്ന പൗരരെയും ഭിന്നശേഷിക്കാരെയും പ്രത്യേകം പരിഗണിച്ചതും മേളയെ കൂടുതൽ സൗഹാർദ്ദമാക്കി. അവസാന ദിനവും ഏറ്റവും മികച്ച സിനിമകളിലൂടെ സഞ്ചരിക്കാൻ പ്രേക്ഷകർക്കായി. ഒരു IFFK സീസൺ കൂടി മനോഹരമാക്കി തീർത്ത സംഘാടകർക്കും ആസ്വാദകർക്കും അഭിവാദ്യങ്ങൾ. 30 വയസ്സിലേക്ക് കടന്ന IFFK ഇനിയും ഉയരങ്ങളിലേക്കും നവചിന്തകളിലേക്കും കടന്നു വളരട്ടെ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച മേളകളിലൊന്ന് എന്ന ഖ്യാതി നിലനിൽക്കുമ്പോഴും ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രചാരണപരമായി നമുക്കുള്ള പരിമിതികൾ ഇനിയും മറികടക്കേണ്ടതുണ്ട്. ഗോവയിൽ നടക്കുന്ന ഇന്ത്യയുടെ ചലച്ചിത്രമേള IFFIക്കെതിരെ ഉയർന്ന ഗൗരവമേറിയ വിമർശനം തന്നെ ആ വേദിയെയും വെറുപ്പിന്റെ വ്യാപാര കേന്ദ്രമാക്കുന്നു എന്നാണ്. സർഗാത്മകതയുടെയും കൂട്ടായ്മയുടെയും സാങ്കേതിക വിദ്യയുടെയും ഉൽപ്പന്നമാണ് സിനിമ. അതിനെ എങ്ങനെ കൂടുതൽ മാനവികമാക്കാമെന്ന ചിന്തയാണ് കേരളത്തിൽ കണ്ടത്. അതുകൊണ്ട് കാണുക ഈ മേളയെ. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.